ശ്രീ സി വി എം വാണിമേൽ, ഇപ്പോൾ ബംഗ്ലാദേശ് ഉന്നയിച്ചിരിക്കുന്ന ഒരു പുതിയ ആവശ്യത്തെക്കുറിച്ച് താങ്കൾക്ക് അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പശ്ചിമ ബംഗാളും അസമും ത്രിപുരയും ബംഗ്ലാദേശിനോട് ചേർത്താൽ മാത്രമേ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ആശയം സാക്ഷാത്കരിക്കപ്പെടൂ എന്ന് മുഹമ്മദ് യൂനിസിന്റെ വലം കൈയായ മഹ്ഫൂസ് ആലം ഒരു വാദമായി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഈ ഒരു ബംഗ്ലാദേശിന്റെ അവകാശവാദത്തെ കാണുന്നത്? ആലമിന്റെ വാദം നിരർത്ഥകമാണ്, ക്രൂരമാണ്. ഇന്ത്യ ഇക്കാലമത്രയുമായി ബംഗ്ലാദേശോട് കാണിച്ച അടുപ്പവും സ്നേഹവും നയതന്ത്ര ബന്ധവും ഒക്കെ പരിഗണിക്കുമ്പോൾ ഇത്തരമൊരു ആവശ്യം വെറും അബദ്ധത്തിൽ നിന്ന് ഒരിക്കലും നടക്കാൻ പോവാത്ത ദുസ്വപ്നമായി മാത്രമേ കാണാൻ കഴിയൂ. ഇതിനെ ഏകസ്വരത്തിൽ ഇന്ത്യ രാജ്യം എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം ബംഗ്ലാദേശ് ചുപ്പിഞ്ചോട് ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയുടെ മുമ്പിൽ ഒന്നുമല്ലാത്തൊരു രാഷ്ട്രത്തിന് ഈ ആലമിന്റെ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഒരു തെറ്റിദ്ധാരണ പരത്തി ഒരു പുതിയ സംവാദം സൃഷ്ടിക്കുക വഴി അമേരിക്കയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ഗൂഢതന്ത്രമായി നമ്മൾ ഇതിനെ കാണുന്നുള്ളൂ. എക്കാലം അത്രയും അമേരിക്ക ഇന്ത്യയെ പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ബംഗ്ലാദേശിനെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ബീഗം ഹസീന വളരെ തന്ത്രപരമായിട്ടാണ് നയങ്ങൾ രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന തള്ളപ്പെടേണ്ടതാണ്, ഒരു വിധത്തിലും പരിഗണിക്കപ്പെടേണ്ടതല്ല. എന്തെന്ന് വെച്ചാൽ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ പോയിട്ട് പ്രസ്താവന കൊണ്ടുപോലും യുദ്ധം നടത്താൻ ഒരു വാക്പോരിന് പോലും കഴിയാത്തൊരു രാഷ്ട്രത്തിലെ ആലം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് പിന്തുണക്കുന്ന വക്താക്കളിൽ ഒരാൾ മാത്രമാണ് അദ്ദേഹം. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പരിഗണിക്കേണ്ട പ്രസ്താവനയായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അമേരിക്കയോട് അടുപ്പം കാണിക്കാനും അമേരിക്കയുടെ ആളായി നിന്നുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു തന്ത്രമായിട്ട് നമ്മൾ അതിനെ കാണുന്നു. ശ്രീ വാണിമേൽ, ഈ മഹ്ഫൂസ് ആലം എന്ന് പറയുന്നത് ഒരു ചില്ലറ വ്യക്തിയല്ല. നമുക്കൊരു പയ്യനാണ്, ഒരു വിദ്യാർത്ഥി നേതാവാണ് എന്നൊക്കെ തോന്നാം. മുഹമ്മദ് യൂനിസ് അന്താരാഷ്ട്ര വേദിയിൽ ഇയാളെ പരിചയപ്പെടുത്തിയ വാക്കുകൾ ശ്രദ്ധിക്കുക. ബംഗ്ലാദേശിലെ മുഴുവൻ വിപ്ലവത്തിൻ്റെയും മസ്തിഷ്കം എന്നാണ് മഹ്ഫൂസ് ആലത്തിനെ വാഴ്ത്തിപ്പാടുന്നത് മുഹമ്മദ് യൂനിസ്. അതായത് ഒരു വിദ്യാർത്ഥി പ്രതിഷേധമായി മാത്രം ബംഗ്ലാദേശിൽ തുടങ്ങിയ ഒരു ചെറിയ കലാപമാണ്. അത് നോക്കൂ, ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്ന സ്ഥിതിയിലെത്തി. അവിടം കൊണ്ടും തീർന്നില്ല. അവിടെ ഏറ്റവും വലിയ ചരിത്രത്തിൽ ഏറ്റവും വലുത് എന്ന് രേഖപ്പെടുത്താവുന്ന രീതിയിൽ ഹിന്ദു വേട്ട നടക്കുകയാണ്. കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് 2200 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ 2024 എത്തുമ്പോൾ. അപ്പോൾ ഈ മഹ്ഫൂസ് ആലം പറഞ്ഞത് വെറും ബാലിശമാണ് എന്നത് തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയുമോ? അതായത് മഹ്ഫൂസ് ആലമിന്റെ പ്രസ്താവനയെ നിങ്ങൾ ഏത് രൂപത്തിൽ കാണുന്നതല്ല, ആലമിന്റെ പ്രസ്താവനക്ക് നൽകേണ്ട വില എത്രമാത്രം നൽകി ഒഴിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ വില ഏത് രൂപത്തിലാണ് നമ്മൾ വില കൽപ്പിക്കേണ്ടത്? ഞാൻ ചോദിക്കുന്ന കാര്യം, അദ്ദേഹം അവിടെ നടന്ന വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ട് ശരിയാണ്. പക്ഷെ ഇന്ത്യയുമായി തട്ടി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന എങ്ങനെയാണ് വില കൽപ്പിക്കാൻ കഴിയുക? എന്താണ് ചെയ്യാൻ കഴിയുക? ബംഗ്ലാദേശിനെ ഒരു രാഷ്ട്രത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് എന്തും പറയാം, പക്ഷേ അത് പ്രാവർത്തികമാകാൻ കഴിയുന്നതാണ് ചിന്ത. നമ്മൾ അതിനെ നിഷേധിക്കുന്നത് മാത്രമല്ല, ഒരു വിധത്തിലും ഇപ്പൊ നിങ്ങൾ പറയേണ്ടായി ഹൈന്ദവ സഹോദരങ്ങൾ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ച് ആർക്കാണ് അതിൽ ആശങ്കയില്ലാത്തത്? ക്രൂരമായ നടപടിയാണ്, എതിർക്കപ്പെടേണ്ടതാണ്. ഇക്കഴിഞ്ഞ 3 ദിവസം മുമ്പ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രമേയം അതാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകണം, ഒരാൾ പോലും ആക്രമിക്കപ്പെടാൻ പാടില്ല, നീതിപൂർവമായി ബംഗ്ലാദേശ് ഗവൺമെന്റ് വിവിധ മതസ്ഥരോട് നീതി കാണിക്കണം എന്ന രൂപത്തിൽ പ്രസ്താവന മുസ്ലിം ലീഗ് ഔദ്യോഗികമായി ഇറക്കി. നിങ്ങളെ ജനൻ ടി വി അടക്കം അന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തതാണ്, ഇതിൽ വന്നത് എനിക്കറിയില്ല. അപ്പോ ഈ വിഷയത്തിൽ ആർക്കാണ് എൻ്റെ അഭിപ്രായമുള്ളത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ പൗരനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൻ്റെത് മാത്രമല്ല, ബംഗ്ലാദേശ് ആയാലും ശ്രീലങ്കയായാലും പാകിസ്ഥാനായാലും ഇന്ത്യയെ നോക്കി തുറച്ചു നോക്കുന്ന കണ്ണുകളെ നമ്മൾ അതേ രൂപത്തിൽ പ്രതികരിക്കും. അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഈ ആലം ഏത് രൂപത്തിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. എന്താ പിന്നെ അവിടെ ചോദ്യത്തിന് ഉത്തരം? എന്ത് പ്രസക്തിയാണ് ചോദ്യത്തിനുള്ളത് മാഡം? ശ്രീ സി വി എം വാണിമേൽ, അങ്ങ് പറയുന്നുണ്ട് മുസ്ലിം ലീഗ് ഇത്തരത്തിൽ ഇതിനെ അപലപിച്ചുകൊണ്ടൊരു പ്രസ്താവന നടത്തി, ഹിന്ദു വേട്ടയ്ക്കെതിരെ ശബ്ദമുയരണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ നയിക്കുന്ന, ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന എത്ര നേതാക്കൾ ഇതിങ്ങനെ വന്ന് പറയുന്നുണ്ട്? പലസ്തീനു വേണ്ടി ശബ്ദിച്ചവരൊക്കെ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം സൈലന്റ് ആകുന്ന കാഴ്ചയിലെ നമ്മൾ
കണ്ടുകൊണ്ടിരിക്കുന്നത്? മാഡം, ഞാൻ പറയുകയല്ല. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അംഗീകരിച്ച പ്രമേയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. മഹാനായ നമ്മുടെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശതങ്ങൾ 13 മിനിറ്റാണ് സംസാരിച്ചത് ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളെ കുറിച്ച്, അവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ വേട്ടയാടുന്നതിനെ കുറിച്ച്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ രാഷ്ട്രീയ പ്രമേയം ഞങ്ങൾ മീഡിയകൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള പ്രതിപക്ഷ കക്ഷികളുടെ പ്രതികരണം നിനക്ക് പറയാൻ കഴിയില്ല. നമ്മൾ പറയുന്നത് എവിടെയായാലും ന്യൂനപക്ഷങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രധാന കക്ഷിയാണല്ലോ നിങ്ങൾ. എന്തുകൊണ്ട് ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവൊക്കെ ഈ വിഷയത്തിൽ ഒന്ന് സംസാരിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല? അത്രയൊന്നും വേണ്ട. വയനാട് MP ഉണ്ടല്ലോ, പലസ്തീന്റെ ബാഗൊക്കെ തൂക്കി പാർലമെന്റിനകത്തു കൂടി നടക്കുന്ന പ്രിയങ്കയെ സംബന്ധിച്ച് ഈ ബംഗ്ലാദേശ് എന്നുള്ള ഒരു വാക്ക് ഒന്ന് മിണ്ടിക്കൂടെ? നമ്മൾ ഈ മാഡത്തിന്റെ വാക്ക് അംഗീകരിച്ചിട്ട് പറയുകയാണ്, ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിക്കേണ്ടതാണ്, പ്രതിഷേധിക്കേണ്ടതാണ്. എവിടെ ഞങ്ങൾ എന്തെന്നറിയോ, ബംഗ്ലാദേശിൽ മാത്രമല്ല പാകിസ്ഥാനിലായാലും ശ്രീലങ്കയിലായാലും അറബ് ലോകത്തായാലും ഇന്ത്യയിലായാലും ന്യൂനപക്ഷങ്ങളെന്ന് മാത്രം ഒരാളും ആക്രമിക്കപ്പെട്ടുകൂടാ. ജനിച്ചു വീണ മനുഷ്യന് അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അത് ഏത് മതത്തിലായാലും നിഷേധിക്കപ്പെട്ടുകൂടാ എന്നുള്ള അഭിപ്രായങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. മുഖത്തോ എത്ര കാലം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ മുഴുവൻ നേതാക്കൾ പ്രതികരിക്കേണ്ടതാണ്. എന്നാൽ നമുക്ക് രണ്ട് അഭിപ്രായക്കാരത്തിലില്ല. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടുകൂടാ. എല്ലാ അർത്ഥത്തിലും പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കണം പറയുന്നത് നമുക്ക് രണ്ട് അഭിപ്രായക്കാരത്തിലില്ല. ഈ ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും പ്രമേയം പാസാക്കേണ്ടതുണ്ട്. പക്ഷെ മുസ്ലിം ലീഗ് എല്ലാ കാലഘട്ടങ്ങളിലും ഇത്തരം വിഷയങ്ങളിൽ മുൻകൂട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അത് ലോകശ്രദ്ധ ആകർഷിക്കാറുണ്ട്. ചെറിയ പാർട്ടിയാണെങ്കിലും ഇന്ത്യ ജനാധിപത്യത്തിന് വലിയ മുതൽക്കൂട്ടാവാറുണ്ട്.